കുഞ്ഞേ, നീ വിഷമിച്ചിരിക്കുകയാണോ? ഒന്നിനെക്കുറിച്ച് ഓർത്ത് നീ ഭയപ്പെടേണ്ടതില്ല. ഈ അവസ്ഥയും കടന്നു പോകും. കാരണം ഒന്നും അറിയാതെ ഞാൻ നിനക്കൊന്നും വരുത്തി തരില്ല. എല്ലാത്തിൻ്റെയും ഉറവിടം ഞാൻ തന്നെയാകുന്നു. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും ഓരോ നെഞ്ചുപൊട്ടിയുള്ള പ്രാർത്ഥനയ്ക്കും നീ കരഞ്ഞു തീർത്തിട്ടുള്ള നെടുവീർപ്പുകൾക്കും എല്ലാം ഞാൻ തന്നെ മറുപടി തന്നിരിക്കും. നീ വിഷമിക്കേണ്ട. നിന്നെ തള്ളിപ്പറഞ്ഞവരുടെയും നിന്നെ അപമാനിച്ചവരുടെയും മുന്നിൽ നിന്നെ ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു കാര്യം നീ വിശ്വാസപൂർണമായി എന്നിലേക്ക് അടുക്കും തോറും നിന്റെ വഴികളും ദുർഘടമായിരിക്കും. എന്നാൽ ഏറ്റവും ദുർഘടമായ അവസ്ഥയിലും നിനക്ക് ജീവിതത്തിലേക്ക് പിടിച്ചു കയറാനുള്ള പടികൾ ഞാൻ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. നീ വിഷമിക്കേണ്ട. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടില്ലെന്ന് ഞാൻ ഒരിക്കലും നടിക്കുകയുമില്ല. എന്തെന്നാൽ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് നീ. ഒരിക്കലും ഞാൻ കൈവിടുകയില്ല. എൻ്റെ സംരക്ഷണയിൽ ആണെന്ന് നിനക്ക് തോന്നുന്ന ആ നിമിഷം മുതൽ ഞാൻ നിനക്കൊപ്പം തന്നെയുണ്ട്. നിൻ്റെ സന്തോഷത്തിലും നിൻ്റെ ദുഃഖത്തിലും നിൻ്റെ ഏതൊരു കാര്യങ്ങളിലും നിനക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ കൂടെ എപ്പോഴും തന്നെയുള്ളത്. ഈ അവസ്ഥയിലും നീ ദുർഘടമായിരിക്കുമ്പോഴും നിൻ്റെ മനസ്സ് അത്യധികം വേദനയിൽ കൂടി കടന്നു പോകുന്ന ഈ സമയത്ത് നിനക്കൊപ്പം തന്നെയുണ്ട് ഞാൻ. ഒരിക്കലും നീ വിഷമിക്കേണ്ടതില്ല. അർഹതപ്പെട്ടത് അർഹമായ സമയത്ത് തന്നെ നിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കും. നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ നിനക്ക് നിൻ്റെ അരികിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യങ്ങളിലും നീ വിഷമിക്കേണ്ട. വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നിലുള്ള ആത്മസമർപ്പണത്തിൽ നീ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. കുഞ്ഞേ, നിൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറുന്നതായിരിക്കും. ആരുമില്ല നിന്നെ സഹായിക്കാനെന്ന തോന്നലിലും നിനക്ക് വെളിച്ചമായി ഞാൻ നിൽക്കുന്നുണ്ട്. നീ ഇത് കാണുന്നില്ലയോ? നിനക്ക് വേണ്ടി നിന്നെ സഹായിക്കുവാനാണ് ഞാനുള്ളത്. നീ മുന്നോട്ട് തന്നെ പോവുക. ഈ അവസ്ഥയിലും നിൻ്റെ ഈ മാനസിക പ്രശ്നങ്ങളിലും എല്ലാം തന്നെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എനിക്ക് വേണ്ടിയാണ് നീ നിലകൊള്ളുന്നത് എന്ന് എനിക്ക് ആത്മാവിൽ തൊട്ട് പറയുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ എല്ലാവിധമായ ചിന്തകളും ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് വേണ്ടിയാണല്ലോ കുഞ്ഞേ നീ ഇപ്പോഴും ഈ സമയം ചെലവഴിക്കുന്നത്. അതൊന്നും തന്നെ നിനക്ക് വൃഥായായി പോവില്ല. അതെല്ലാം നിനക്ക് ഞാൻ നന്മകളായി തന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല കുഞ്ഞേ. കാരണം നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ നിനക്ക് അറിയാൻ സാധിക്കും, ഏറ്റവും അതികഠിനമായ നേരത്തിൽ കൂടിയാണ് നീ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യങ്ങളിലും വിഷമിക്കണ്ട. കാരണം കർമ്മഫലം നമ്മളെല്ലാവരും അനുഭവിച്ചേ മതിയാകൂ. കർമ്മഫലം എന്നത് നമുക്കൊരിക്കലും കുറിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവനവൻ ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ദൈവഭക്തിയിൽ, ഈശ്വരഭക്തിയിൽ എല്ലാം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. നീ വിഷമിക്കേണ്ട. നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ജോലിക്കാര്യവും, ജീവിതവും, ദാമ്പത്യ ജീവിതവും എല്ലാം തന്നെ നിനക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. ഒരു ചെറിയ സന്തോഷം കൈവന്നാലും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ നന്ദിയോടെ വീണ്ടും നിൽക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് സന്തോഷം തരുന്നത്. ഭഗവാനായ ഞാൻ കുഞ്ഞേ,
നിൻ്റെ മനസ്സിലെ കാഠിന്യം എത്രമാത്രമാണെന്ന് എനിക്കറിയാം. കാരണം മറ്റാരേക്കാളും ഭംഗിയായി അതിസൂക്ഷ്മമായി ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. നീ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും എല്ലായ്പ്പോഴും നിൻ്റെ കൂടെ തന്നെ ഞാനുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല. ഏതൊരു സന്ദർഭങ്ങളിലും നീ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, നിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചിന്തകളെല്ലാം എന്നിലേക്കാണത് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചിന്തകളും ദുഷ്ടചിന്തകളും എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ നീ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയണം എന്ന് തന്നെ നീ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ആ സമയത്തും ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയുമോ കുഞ്ഞെ? കാരണം നിന്നെ ഒരു തിളങ്ങുന്ന വജ്രമാക്കുവാനാണ് ഞാൻ ഈ കഠിനങ്ങളെല്ലാം നിനക്ക് തന്നത്. അത്രമാത്രം ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നീ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സ്വയം സ്വായത്തമാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ നീ പഠിച്ച് വരുമ്പോഴേക്കും നീ ഏറ്റവും നല്ല ആത്മീയമായി വളർന്ന ഒരു വ്യക്തിയായി മാറും. നിനക്ക് വേണ്ടതെല്ലാം അപ്പോഴേക്കും നീ നേടിയിരിക്കും. നിൻ്റെ ജോലിയും നിൻ്റെ ദാമ്പത്യ ജീവിതവും നിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും എല്ലാം തന്നെ നീ സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്താലും സമാധാനത്താലും നീ നിറഞ്ഞു നിന്നിരിക്കും. നിനക്കെതിരെ പറഞ്ഞവരെ എല്ലാവരെയും നീ മറന്നു കളയുക കുഞ്ഞെ. കാരണം അവരിൽ നിന്നെല്ലാം നിനക്ക് നെഗറ്റീവ് എനർജികളാണ് വന്നുകൊണ്ടിരുന്നത്. ആ ദുഷ്ടശക്തികളെ എല്ലാം ഞാൻ നിഗ്രഹിക്കുന്നതാണ്. അവർക്ക് വേണ്ടതെല്ലാം അതിയായ സമയത്ത് തന്നെ നിന്നോട് ചെയ്തതിനൊക്കെയും അവർ ഈ ലോകത്ത് നിന്ന് അനുഭവിച്ച് തീർത്തതിന് ശേഷം മാത്രമേ വിട പറയുകയുള്ളൂ. നീ ആ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്താതെ നിൻ്റെ ജീവിതത്തിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിൻ്റെ ആത്മീയമായ രീതിയിൽ നീ വളരുക. നീ നല്ല പോസിറ്റീവ് ശക്തിയോടുകൂടി നീ ഇരിക്കുക. നിൻ്റെ പ്രാർത്ഥനയെ നീ ഒരിക്കലും നീ മുടക്കരുത്. എത്രയ്ക്ക് ഏതൊക്കെ അതികഠിനമായിട്ടുള്ള സമയത്തും നീ നിൻ്റെ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനായ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കാരണം എനിക്ക് നീ അത്രമേൽ പ്രിയങ്കരിയാണ്, പ്രിയപ്പെട്ടവനാണ്. എല്ലായ്പ്പോഴും നിൻ്റെ ചിന്തകളിലും നിൻ്റെ മനസ്സിലും എല്ലാം ഞാനുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നീ പോകുന്ന വഴിയിലും എല്ലായ്പ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെയുള്ളത്. ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവരുടെ കുത്തുവാക്കിന് മുന്നിൽ നീ തലകുനിച്ച് നിന്നപ്പോഴും അവരുടെ അപമാനിക്കലിന് നീ പാത്രമായപ്പോഴും എല്ലാം നിൻ്റെ മനസ്സ് വേദനിക്കുന്നതിനേക്കാളുപരിയായി എൻ്റെ മനസ്സ് നുറുങ്ങിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം നിന്നെ ഞാൻ അതിശക്തയാക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർ എത്രമാത്രമാണോ അവരുടെ ശക്തി നിന്നിലേക്ക് പ്രഹരിക്കുന്നത്, അത് തടുക്കുവാൻ നിനക്ക് ശക്തമാവേണ്ടിയിരുന്നു. നിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ആക്കിയത് തന്നെയും ആ കടമ്പകളെല്ലാം കടന്ന് നീ ഏറ്റവും മുന്നേറിക്കൊണ്ട് വരാൻ തന്നെയാണ്. എന്നിട്ടും നിൻ്റെ ഉയർച്ചയിലേക്കുള്ള വഴിയിൽ അവർ വീണ്ടും വീണ്ടും നിനക്ക് വേണ്ടിയിട്ട് ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്നെപ്പറ്റി അവർ മോശം വിചാരിക്കുന്നുണ്ട്, മോശം മറ്റുള്ളവരോട് നിന്നെപ്പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നീ പ്രതികരിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു പ്രതികരണമാണ് അവർക്കെതിരെയുള്ളത്. കാരണം അവരുടെ ആ എനർജികളൊന്നും തന്നെ നീ ഏറ്റുവാങ്ങാത്തിടത്തോളം കാലം ആ എനർജികളെല്ലാം തിരിച്ച് അവരിലേക്ക് തന്നെയാണ് ചെന്ന് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പീഡനങ്ങളോ ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. എപ്പോൾ മുതൽ നീ ആ രീതി നിർത്തിയോ അന്ന് മുതൽ അവർക്കതിൻ്റെ പ്രതിപ്രവർത്തനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിൻ്റെ അടുത്ത് അവർ പറയുന്നില്ലായിരിക്കാം, ഒരു പക്ഷേ നിനക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. കാരണം ഒരിക്കലും നിൻ്റെ വിഷമങ്ങളിൽ അവർ നിന്നോടൊപ്പം നിന്നിട്ടില്ല. അവർ ഏറ്റവും അധികം സന്തോഷിച്ചത് നിൻ്റെ കരഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴാണ്. അവർ ഏറ്റവും അധികം
ആഹ്ലാദിച്ചത് നിൻ്റെ എല്ലാ വിഷമങ്ങളിലും അവർ കേട്ട് കഴിഞ്ഞപ്പോഴാണ്, അവരെ കണ്ടപ്പോഴാണത്. പക്ഷേ അവർക്ക് വേണ്ടി നീ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നീ ഉണ്ടായി കൊടുത്തിട്ടില്ല. പക്ഷേ അവർ നിന്നെ മാനസികമായും എല്ലാ രീതിയിലും നിന്നെ ബുദ്ധിമുട്ടിച്ചപ്പോഴും നീ മിണ്ടാതിരുന്നു. അവസാനത്തെ പ്രയോഗമെന്ന വണ്ണം നീ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിനക്ക് വേണ്ടി ഞാൻ അവരിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. കാരണം ഇപ്പോൾ എൻ്റെ ഊഴമാണ്. നിന്നെ ആരെന്ത് തന്നെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും എല്ലാം അതിന് ഞാൻ മറുപടി കൊടുക്കും. നീ വിഷമിക്കേണ്ട കുഞ്ഞേ. നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ വിശ്വാസവും ഒരിക്കലും നീ കൈവെടിയരുത്. എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. വിഷമിക്കേണ്ട കുഞ്ഞേ. സ്നേഹമായിരിക്കൂ.